കുറച്ച് മാങ്ങ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അത് കളയാതെ തന്നെ ഇന്നങ്ങ് അച്ചാറിട്ട് വെക്കാം. നല്ല പുളിയ മാങ്ങയായിരുന്നു. സാധാരണ ഇത് അരിയുമ്പോൾ തന്നെ പകുതിയോളം ഞാനങ്ങ് കഴിക്കും. അങ്ങനെ ഇരുന്ന മാങ്ങയൊക്കെ അച്ചാറിട്ട് വെച്ചു. ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് മീൻ കഷ്ണം കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കണം ലൂക്ക്. ലൂക്കി, എന്തുവാ പ്രശ്നം? നിനക്കൊരു പീസ് തന്നല്ലോ. ലൂക്ക്, എന്തുവാ? പിന്നെ നമ്മുടെ അവിടെ സ്ഥിരം വരുന്ന കാക്കസാറിന് കുറച്ച് ചോറ് വെച്ച് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞാൽ ബോറടിച്ചിരുന്നപ്പോഴാണ് ചോട്ടു ഒരു മാജിക്ക് കാണിക്കാന്നും പറഞ്ഞു വന്നത്. കുഞ്ഞാച്ചി, ഒരു കാര്യം കാണിക്കട്ടെ. ഇപ്പൊ ഈ ഇതിലൊരു പൂവാക്കി മാറ്റട്ടെ. ചോട്ടു ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചപ്പോൾ ശരിക്കും ഞാനൊന്ന് ഞെട്ടിപ്പോയായിരുന്നു. ഇത് വേറെ ഒന്നുമല്ല, ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തേങ്ങ തിരുമുമ്പോൾ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി ഒരാൾ വന്ന് അടുത്ത് കിടക്കാറ്. വേറെ ആരുമല്ല, ലൂക്ക് തന്നെയാണ്. ലൂക്കിന് തേങ്ങാപ്പീര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവന് നന്നായിട്ടറിയാം എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ക്യൂട്ട്നെസ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തേങ്ങാപ്പീര കൊടുക്കുമെന്ന്. എനിക്ക് ആ നോട്ടം മറക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആ കണ്ണുകൾ മറക്കാൻ കഴിയുന്നില്ല. എത്ര പേര് ശ്രമിച്ചിട്ടും ആ രൂപം എന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. എനിക്ക് ആ നോട്ടം കാണുമ്പോൾ എങ്ങനെയാ കൊടുക്കാതിരിക്കാൻ തോന്നുന്നത്. ഞാൻ കൊടുത്തു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കുടുംബശ്രീ. ഇങ്ങനെ 4 മണി കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാരും കൂടി ഇങ്ങ് വന്നു. അവർ വന്നപ്പോഴേ അവരുടെ കഥകളൊക്കെ തുടങ്ങി. രജനിയാൻ്റെ ആണെങ്കിൽ ആഴ്ചവരി, മാസവരി, അതുപോലെ ചിട്ടിയുടെ പൈസ ഒക്കെ കളക്ട് ചെയ്യുമായിരുന്നു. വിദ്യാൻ്റെ ആണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം കാണിക്കാന്ന് പറഞ്ഞാൽ എന്തോ കാണിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. അങ്ങനെ പൈസയുടെ കളക്ഷനൊക്കെ തകൃതിയോടെ നടക്കുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ വേറെ പണിയാണ്. വേറെ ഒന്നുമല്ല, കഴിക്കാനും കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ സ്മിതയാൻ്റിക്ക് ഒരു ആഗ്രഹം, അവിടെ ഒരു ചെടി നിപ്പുണ്ടായിരുന്നു, അതിന്റെ ഒരു തണ്ട് വേണമെന്ന്. പിന്നെ അതൊക്കെ വെട്ടിക്കൊടുത്തു. അങ്ങനെ ഞാനും ഹാപ്പി, ആന്റിയും ഹാപ്പിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.